വെൽക്കം ടു മൈ ചാനൽ. ഹോട്ട് ടോപ്പിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനായിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിപ്പം ഞാൻ എക്സാംസ് എഴുതിയ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പം അതിനകത്ത് നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ആവർത്തിച്ച് ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് പോലെ ഞാൻ ഹോട്ട് ടോപ്പിക്സിന് ഹോട്ട് എന്നുള്ള രീതിയിൽ റെഡ് മാർക്കും കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പുതിയതായിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എവിടെ നിന്നാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ആ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തിൽ നിന്നാണ്, ഗൈഡിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റും ഒരു സെപ്പറേറ്റ് ബുക്കിലോ ഏതിലെങ്കിലും പേപ്പറിലോ എഴുതി വയ്ക്കുക. എന്നിട്ട് ഒരു 10-30 നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പം ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് കിട്ടും. 10-30-50 ഹോട്ട് ടോപ്പിക്സ് കിട്ടും. റിപ്പീറ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. പിന്നെ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് ഒരു മിസ്സിൻ്റെ. അതിലവർ ഹോട്ട് ടോപ്പിക്സ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിനകത്ത് അവരെല്ലാ ദിവസവും ഹോട്ട് ടോപ്പിക്സ് എക്സാംസ് വരുമ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഹോട്ട് ടോപ്പിക്സ് PDF ആക്കി നമുക്ക് തരാറുണ്ട്. ശേഷം നമ്മൾ കണ്ടുപിടിച്ച ഹോട്ട് ടോപ്പിക്സ് ഓരോന്നായിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതണമെന്ന് പറഞ്ഞില്ലേ, ഞാനൊരു ചെറിയ ബോർഡിലേക്കാണ് എഴുതുന്നത്. ഞാൻ എക്സാമ്പിൾ ചെറുതായിട്ട് കാണിച്ചു തന്നുള്ളൂ. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തു നിന്ന് തന്നെയാണ് ഹോട്ട് ടോപ്പിക്സ് കണ്ടുപിടിക്കുന്നത്. 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൽ നിന്ന് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വിപ്ലവങ്ങളാണെങ്കിലും ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അങ്ങനെ കുറേ പഞ്ചവത്സര പദ്ധതികൾ, ഹരിത വിപ്ലവങ്ങൾ, നീതി ആയോഗ്, ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ 57 വിപ്ലവങ്ങൾ, ഇങ്ങനെ ഒരുപാട് നമുക്ക് കോമൺ, അതായത് PSC പഠിച്ചു തുടങ്ങുന്ന പുതിയ കുട്ടികളെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സാണ് ഇത്. UNO, പത്രങ്ങൾ, നദികൾ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആമുഖം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കണ്ടുപിടിച്ച ഹോട്ട് ടോപ്പിക്സ് എഴുതി വയ്ക്കാവുന്നതാണ്. അതെല്ലാം ഒരുപാടുണ്ട്. പുതിയതായിട്ട് നടക്കുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ട് അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പഠിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നോട്ട്, ഗൈഡ് നോക്കിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പേര് ക്ലാസ് ഇടുന്നുണ്ട്, അത് കണ്ടോ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ നിന്ന് തന്നെ, ആ ഭാഗത്തു നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് പിന്നീടുള്ള എക്സാംസിന് ചോദിക്കും. റിലേറ്റഡ് ഫാക്ട്സ് ഒരുപാട് പേര് ഇടുന്നുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പം നമ്മളത് മുൻകരുതി തന്നെ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എനിക്ക് കിട്ടിയ ഹോട്ട് ടോപ്പിക്സ് ഇത്രയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഹോട്ട് ടോപ്പിക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട്സ് തയ്യാറാക്കുക, പഠിക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഹോട്ട് ടോപ്പിക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.